എഴുന്നേൽക്ക്. നിനക്കേ ചെവി കേൾക്കുമല്ലോ അല്ലേ? ഈ കത്തൊന്ന് വേഗം ടൈപ്പ് ചെയ്ത് തരാൻ ആ റേച്ചലിനോട് പറ. എന്നിട്ടത് വേഗം വാങ്ങിച്ചോണ്ട് വരണം. ഇന്നത്തെ കൊറിയറിൽ അയക്കാനുള്ളതാ. വേഗം വേണം. കേട്ടറാ പൊട്ടാ? ലക്ഷക്കണക്കിന് ഡിഗ്രിക്കാര് തേരാപ്പാര നടക്കുമ്പോഴാ ഈ പൊട്ടനെ പിടിച്ച് അറ്റൻഡർ ആക്കിയിരിക്കുന്നത്. ഇത് മുഴുവൻ തെറ്റാണല്ലോ. നീ ഇത് മേനോൻ സാറിനെ കാണിക്കും. Respected sir, please refer into your earlier letter. We are having lack of money. So please hurry money. The work completed in time, but no money coming. Manager angry. Please hurry money. എന്താടാ, എന്തിനാ ചിരിക്കുന്നേ? താൻ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണോ? സർവത്ര തെറ്റാണല്ലോ. തെറ്റോ? എന്ത് തെറ്റ്? എടാ, അടിച്ചതിന്റെ കരണക്കുറ്റി പൊടിക്കും. നീ ഊമയാണെന്ന് പറഞ്ഞ് മേനോ സാർ നിന്നെ പിടിച്ച് പണിക്കിരുത്തിയത് എനിക്കിട്ട് പാര വയ്ക്കാനാണോ? ഡാ പൊട്ടാ, നിനക്ക് അക്ഷരം അറിയാമോ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ നിന്റെ പണി അങ്ങ് ചെയ്താൽ മതി. റേച്ചലിന്റെ അടുത്ത് കൊണ്ട് ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞതിന് നീ എന്തിനാ മേനോ സാറിനെ കാണിച്ചത്? രാജൻ എന്തിനാ ആ പാവത്തിനോട് തട്ടിക്കയറുന്നത്? അതോ എന്നോട് പറയാനുള്ളതൊക്കെ ഇവനോട് പറയാണോ? ഈ ഡ്രാഫ്റ്റിൽ തെറ്റില്ലെന്നാണോ രാജൻ പറയുന്നത്? മുരുക, ഈ കത്തിലെ തെറ്റ് തിരുത്താൻ കഴിയുമോ നോക്ക്. ആ നോക്ക്. Respected client, greetings from New Vision. This is in accordance with your order dated in your letter dated June 17th. We are extremely sorry to inform you that even though the specified work was completed on time to your satisfaction, the remuneration for the same is yet to be paid by you. എടാ രാജ, ഇതാണ് ഇംഗ്ലീഷ്. നീ 10th വരെ പഠിച്ചിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇത്ര നല്ല ഇംഗ്ലീഷ് എങ്ങനെ വശമാക്കി? രാജൻ BA ജയിച്ചതല്ലേ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നാണക്കേട് വരുത്താൻ ഇങ്ങനെയും കുറേ ഡിഗ്രിക്കാർ. നീ എന്റെ കത്ത് തിരുത്താറായോ? എവിടെ നിന്ന് കിട്ടിയടാ എന്റെ കത്ത് തിരുത്താൻ നിനക്ക് ധൈര്യം? നീ ഇവിടെ ഇന്നലെ വന്ന അറ്റൻഡറാ. പ്യൂൺ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് തിരുത്തിയിരിക്കുന്നു. ഗെറ്റ് ഔട്ട്. മുരുകനാ കസേരയിരിക്ക. ഞാനല്ലേ പറയുന്നത്? കസേരയിരിക്ക. വരൂ. ഇരിക്കേ. രാജൻ ഒന്നുകിൽ പ്യൂണായി ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോകാം. ഏതായാലും കറസ്പോണ്ടൻസ് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത രാജനില്ല. മുതലാളി, ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്നലെ വന്നവന് വേണ്ടി എന്നെ തരം താഴ്ത്തിയത് ശരിയാണോ? എടോ, ഒന്നുകിൽ താൻ കുറ്റമറ്റ രീതിയിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ നല്ലതുപോലെ പണിയെടുക്കുന്നവരെ അംഗീകരിക്കണം.
നല്ലതിനെ ആദരിക്കുന്നത് ഒരിക്കലും ഒരു അപമാനമല്ല. കോൾ ഹിം മുരുകൻ സാർ ഹിയർ ആഫ്റ്റർ. മുരുകൻ സാർ, പൊട്ടനെന്നല്ല. ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഹിയർ. ഇന്നു മുതൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല മുരുകനായിരിക്കും. ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക. റേച്ചൽ, ഇത് വേഗം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് മുരുകനെ കാണിക്കുക. ഓക്കെ സർ. அம்மா கடிதம் வந்திருக்குமா? சரி. എൻ്റെ അമ്മയ്ക്ക് ആദ്യമായി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞാൻ വീട് വിട്ട് ഇറങ്ങിയതിന് മാപ്പ് ചോദിക്കുന്നു. ജനനം മുതൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ദുഃഖമേ തന്നിട്ടുള്ളൂ. അത് എൻ്റെയും എൻ്റെ അമ്മയുടെയും വിധി എന്നല്ലാതെ എന്തു പറയാനാ. ഞാൻ എവിടെയാണെന്നറിയാതെ അമ്മ ഒരുപാട് വിഷമിച്ചു കാണും. അമ്മയ്ക്ക് ഒരു കത്ത് പോലും അയക്കാതിരുന്നത് സ്ഥിരമായ ഒരു മേൽവിലാസം ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഇതുവരെ അമ്മയെ പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിൽ എത്തിയ ദിവസം എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചു. ആദ്യ ദിവസങ്ങളിൽ അമ്പലങ്ങളിലും കടത്തിണ്ണകളിലുമാണ് ഞാൻ ഉറങ്ങിയത്. കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നപ്പോൾ വഴിമുട്ടിയതുപോലെ തോന്നി. 2-3 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കി. പിന്നെ ദിവസക്കൂലിക്ക് ഞാൻ പല ജോലികളും ചെയ്തു. അധ്വാനത്തിന്റെ വില മനസ്സിലായി. സാധാരണക്കാർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കണ്ടറിഞ്ഞു. ഈ യാത്ര ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോ എനിക്കൊരു മേൽവിലാസമുണ്ട്. അത് സ്ഥിരമാണോന്നറിയില്ല. എങ്കിലും അത്ര പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. മാസശമ്പളത്തിൽ എനിക്കൊരു ജോലി ശരിയായി. RK മേനോൻ എന്ന നല്ല മനുഷ്യന്റെ പരസ്യ കമ്പനിയിലാണ് എനിക്ക് ജോലി. ഞാനിവിടെ ക്ലർക്കാണ്. എന്നെ സാറിന് ഇഷ്ടമാണ്. റോഡ് അരികിലിരുന്ന് ചെരുപ്പുകൾ നന്നാക്കുന്ന ഒരു തൊഴിലാളി വഴിയാണ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത്. എനിക്ക് ആദ്യമായിട്ട് അഭയം തന്നതും ആ ചെരുപ്പ് കുത്തിയ. അയാളോടൊപ്പം കുറച്ചു ദിവസം എന്നെ താമസിപ്പിച്ചു. ഇപ്പോൾ ഓഫീസിൻ്റെ അടുത്ത് ഒരു മുറി വാടകയ്ക്കെടുത്തു. ഒരു മണ്ണെണ്ണ സ്റ്റൗവും കുറച്ച് പാത്രങ്ങളും വാങ്ങി. ഞാൻ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു. ഞാൻ ഓഫീസിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനുള്ള അംഗീകാരം കിട്ടുന്നുണ്ട്. ഇതൊന്നും എൻ്റെ മിടുക്കല്ല. ഊമയായി ജനിച്ച് അധികമായി പഠിക്കാൻ കഴിയാതെ പോയ എനിക്ക് ഇത്രയും നല്ല ഒരു സ്ഥാനം കിട്ടിയത് അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. ബാലുവിന് സുഖമാണോ? അതോ ഇപ്പോഴും മനസ്സിൽ വെറുപ്പും വൈരാഗ്യം കൊണ്ട് ജീവിക്കുകയാണോ?
ദൈവം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കറിയാലോ, ബാലുവിന് എന്നെ കാണുമ്പം അമ്മയോടുള്ള ദേഷ്യം കൂടും. ഞാനവിടെ ഇല്ലാതിരുന്നാൽ ബാലു സാവധാനത്തിലെങ്കിലും വീണ്ടും അമ്മയെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ആ വലിയ വീട് ഉപേക്ഷിച്ച് ഞാൻ റോഡിലിറങ്ങിയത്. അമ്മയെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് മരണത്തിന് തുല്യമാണ്. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ വീണ്ടും പഴയ സ്നേഹം കടന്നു വരട്ടെ എന്ന് കരുതി ഞാൻ ഈ സങ്കടം സഹിക്കുന്നു. അമ്മയ്ക്ക് സുഖവും മനഃശാന്തിയും തരാൻ ജഗദീശനോട് അപേക്ഷിച്ചുകൊണ്ട് സ്വന്തം മകൻ മുരുകൻ. മുരുക, വടിവേലു, വടിവേലു, அம்மா என்னம்மா? வடிவேலு, இத பாருடா, முருகனுக்கு வேலை கிடைச்சாச்சு. കടവുളെ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. സ്വന്തമായി ഇത്രയും വലിയ കമ്പനിയും സ്വത്ത് വകകളുമുള്ള എൻ്റെ മകൻ ഒരു ചെറിയ കമ്പനിയിൽ പോയി ക്ലാർക്കായി ജോലി ചെയ്യുന്നു. ഏതായാലും അതിവേദനയിൽ ഒരു ചെറിയ ആനന്ദം. അവന് സ്വന്തം കാലിൽ നിൽക്കാൻ തോന്നിയല്ലോ. എവിടെയോ പോയി അധ്വാനിച്ച് ജീവിക്കുന്നു. ഈശ്വര, എൻ്റെ മോനെ രക്ഷിക്കണം. കടവുളെ